പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരെ, നിങ്ങൾ ഷോർട്സും റീൽസും കണ്ട് പങ്കാളിയെ ടോക്സിക് ആക്കരുത്. പലപ്പോഴും കൗൺസിലിങ്ങിനായിട്ട് വിളിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ പറയും, എൻ്റെ ഭാര്യ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡറുകളാണ് ഇവർ ഈ പറയുന്നത്. ഇതവർ എവിടെ നിന്നാണ് പഠിച്ചത്? ഈ ഷോർട്സിൽ നിന്നും റീൽസിൽ നിന്നും. പക്ഷേ ഈ ഷോർട്സിലും റീൽസിലും പറയുന്നത് പോലെ ആ കൃത്യമായ ഒരു സിംറ്റംസ് ഇവർക്കുണ്ടാകുമോ? അതും ഉണ്ടാകണമെന്നില്ല. എന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന രീതിയിലാണ് വിളിക്കുക. പക്ഷെ അവർ പലപ്പോഴും വന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവർക്ക് ഇതൊന്നും തന്നെ ഇല്ല എന്ന്. അങ്ങനെ ആണെങ്കിലും അത് അവരെ ബോധ്യപ്പെടുത്താൻ വലിയ പ്രയാസമാണ്. പണ്ട് കാലത്ത് ആരോഗ്യ മാസിക വായിച്ചിട്ട് ഈ രോഗം എനിക്കുണ്ട് എന്ന് ചിന്തിച്ച് പാനിക്കായ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ ഇന്ന് കൗൺസിലിങ്ങിനായിട്ട് ചാറ്റ് GPT-യും മറ്റും ആശ്രയിക്കുന്നവരുമുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ചാറ്റ് GPT-ക്കൊന്നും ഇമോഷൻസ് ഇല്ല. അവർക്ക് ഈ നോളജ് മാത്രമേ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റൂ. ഒരു തിരിച്ചറിവ് ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു നല്ല കൗൺസിലറെ കണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. എന്നാൽ മാത്രമേ യഥാർത്ഥമായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവൂ.